ചൈനയിലെ ഫർണിച്ചർ മാർക്കറ്റ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കുറേ ബിസിനസ് സാധ്യതകൾക്കുള്ള മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കിടുക്കൻ മസാജ് ചെയറിൽ ഇരുന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അവസാനിപ്പിച്ചത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് കാണുക. അപ്പോൾ ചൈനയിലെ നമ്മൾ കാണുന്ന കുറേ പുതിയ പുതിയ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒപ്പം നമ്മുടെ മാനുക്കായുണ്ട്. ബോൺവോയുടെ സ്വന്തം മാനുക്കയുടെ ഒപ്പമാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നവരൊക്കെ എവിടെ? എല്ലാവരും ഈ ഫർണിച്ചർ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ കാഴ്ചകൾ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. പെട്ടെന്ന് വരില്ല. അതിന് മാത്രം പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇതിങ്ങനെ നോക്ക് 6-7 നിലകളിലായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റാണ്. ഇതിനകത്ത് കയറിയിട്ട് ഒരു സാധനം കണ്ടുപിടിക്കുക അല്ലെ നോക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഞാനേ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. നിങ്ങളുടെ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഇല്ലെങ്കിൽ നല്ലൊരു വീടൊക്കെ ആണെങ്കിൽ പോലും ഹലോ അതിന് മുന്നിൽ ഒരു ബെഡ് സ്പേസ് ആണ്. ഇത് കണ്ടോ, ഒരു ബെഡാണ്. ഇത് നമുക്ക് റൂമിൽ മാത്രമല്ല, നമുക്ക് പുറത്ത് ഔട്ട്ഡോർ സ്പേസിൽ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഇതൊരു കിടുക്ക സംഭവമല്ലേ, ഒരു കൺസെപ്റ്റ് കണ്ടോ, ഒരു പുതിയ സാധനം. ഇത് കണ്ടോ കിട്ടുന്ന സാധനമല്ലേ, ഒരു പുതിയ ബെഡ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുറേ വ്യത്യസ്ത തരത്തിലുള്ള കുറേ ഫർണിച്ചേഴ്സ് നമുക്കിവിടെ കാണാം. നമ്മുടെ നാട്ടിൽ ചൂരൽ കസേരകൾ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഫർണിച്ചറാണ് ഈ കാണുന്നത്. കണ്ടോ എന്ത് ഡിസൈനാണെന്ന് നോക്കിയേ, കിട്ടുക്ക സംഭവമല്ലേ കാണുന്നത്. ചൂരൽ കസേരകൾ, വെറൈറ്റി സാധനങ്ങളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള കുറേ സാധനങ്ങൾ കാണാം. ഇവിടെ കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള കുറേ ഡിസൈനാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ കണ്ടില്ലേ, ഫ്ലവർ വേസിൽ നമ്മുടെ പുല്ല് പോലെ കുറേ സംഭവങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്, പല കളറിലെ സാധനങ്ങൾ. പിന്നെ ഒരു ടോപ്പിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലൊരു മറ സാധനം. ഓരോ കാര്യങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഓക്കെ, കയറാമല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും ഈ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ആർക്കിടെക്റ്റുകൾ, അതുപോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് അവർക്കും കിട്ടും അല്ലേ? നിങ്ങൾ ചൈനയിൽ വരുന്നത് ശരിക്കും സാധനങ്ങൾ വാങ്ങാൻ മാത്രമായിരിക്കരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പല പർപ്പസ് മീറ്റ് ചെയ്യും. ഇപ്പം നിങ്ങളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ആശയങ്ങളും കൺസെപ്റ്റുകളും നമുക്ക് കണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്റീരിയർ ഡിസൈനർമാർക്ക് മാത്രം ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതെ, നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വരാം, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പ് ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലെയുള്ള ഇന്റീരിയർ ഡിസൈനിങ് സാധ്യതകൾ പഠിക്കാനായിട്ട് നമുക്ക് പോകാം. അത്തരത്തിലുള്ള ട്രിപ്പുകളാണ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നത്. ഇവരൊരു ട്രാവൽ ഏജൻസി അല്ല കേട്ടോ. ഇത്തരത്തിൽ ട്രിപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. പിന്നെ നിങ്ങളുടെ ഐഡിയ ഫാക്ടറി എന്തായിരുന്നു ശരിക്കും? ഐഡിയ ഫാക്ടറി ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ്സുകാരുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അതിൽ കുറെ യാത്രകളുണ്ട്, അതേപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, കോൺസെപ്റ്റുകളുണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എല്ലാമാണ് ഐഡിയ ഫാക്ടറി. ഓക്കെ, ഐഡിയ ഫാക്ടറിയിലേക്ക് നമുക്ക് വീണ്ടും വരാം. അതിന് മുന്നേ അതുകൊണ്ട് ഇവിടുത്തെ ഫർണിച്ചറുകൾ കണ്ടോ, നോക്ക്. കിട്ടുക്ക സാധനങ്ങളാണ്. ഇതൊക്കെ ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഒരു പൂൾ ടേബിളായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന കുറച്ച് സാധനങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നത്. ഇതൊരു കോർണർ സോഫ. ഇതൊക്കെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഭംഗികളാണ് ഓരോ കാര്യങ്ങൾ. ഇവിടെ ഒരു ചെറിയൊരു ബാർ കൗണ്ടറിന് പറ്റിയ ഒരു സെറ്റപ്പ് ഉണ്ട്, കണ്ടില്ലേ? ഒരു ചെറിയൊരു ടേബിളും 4 ചെയറും അതിനോടൊപ്പം ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സംഭവം റെഡിയാക്കി നമുക്ക് ഇങ്ങനെ ഈവനിങ്ങും ബാക്കിയുള്ള സമയമൊക്കെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇതിലിരിക്കാവുന്നുണ്ടാകുന്ന വെച്ചെങ്കിൽ 12,710 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില. 12,710 എന്ന് പറയുമ്പോഴത്തേക്കും 1,20,000 രൂപയോളം വരും നമ്മുടെ നാട്ടിലെ. കൊള്ളാം ഉണ്ടല്ലേ, സൂപ്പർ സാധനമല്ലേ? ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ സുജിത്താട്ട പറഞ്ഞല്ലോ, ഇതൊക്കെ ഏകദേശം ഇത്ര വരുന്നുണ്ട്. ഇത് നമ്മളെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ട് നമുക്കൊരു 15,000-ന് 20,000-ന് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളെ കമ്പിയും നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് ഉപയോഗിച്ച് ഇതേപോലെ ആക്കിക്കൂടാ? അത് ശരിയാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പാടെ പോയി കഴിഞ്ഞാൽ മറ്റേ ക്രോസ് സെക്ഷൻ സാധനം കിട്ടും. അതൊരു 2 ക്രോസ് സെക്ഷൻ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ഒരു അപ്പോൾസി കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു സാധനം ഉണ്ടാക്കാം. ശരിക്കും ഒരു 5,000-6,000 രൂപ പണിക്കൂലി അടക്കം പോയിട്ട് ഒരു 20,000 രൂപ മാക്സിമത്തിൽ നമുക്ക് ഈ ഒരു സാധനം നാട്ടിൽ വേണം ചെയ്തെടുക്കാം. ഇതേപോലെ കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഐഡിയ അവിടെ കത്തിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. ഇത് കണ്ടോ, നല്ല ഡിസൈനിലുള്ള ഒരു ചെയർ കണ്ടില്ലേ? നമുക്ക് വട്ടത്തിൽ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിൽ കണ്ടോ, ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിൽ ഈ സാധനം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കയറ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന രീതിയിലുള്ള ഔട്ടർ സ്ട്രക്ചറുകൾ മൊത്തത്തിൽ സൂപ്പറാണ്. ഇതൊക്കെ ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ് ആണോ മാനുക്ക? മിക്കതും ഇസ് ദിസ് ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ്? ഓക്കെ, കണ്ടില്ലേ? നമുക്ക് ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ് ആണ് ഈ കൂടുതൽ ഈ സാധനങ്ങൾ കാണുന്നതൊക്കെ ഇവിടെ കാണുന്നത്. കണ്ടിരിക്കില്ലേ?
ഇതൊക്കെ നമുക്ക് പുറത്ത് ശരിക്കും നമ്മുടെ ശരിക്കും ഇതൊക്കെ റിസോർട്ടുകളിലും മറ്റുമൊക്കെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, കൺസെപ്റ്റുകളാണ്. നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെയൊക്കെ റിസോർട്ടുകളിലും അല്ലെങ്കിൽ എന്താ പറയുക സ്ഥാപനങ്ങളിലൊക്കെ പുറത്ത് ഇതേപോലൊരു അറേഞ്ച്മെൻറ്റിൽ കുറേ ഫർണിച്ചേഴ്സ് നമുക്ക് ഇടാൻ സാധിക്കുകയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. വ്യത്യസ്തത നിറഞ്ഞ സാധനങ്ങളാണ് ഓരോന്നും. കണ്ടില്ലേ, ഇതൊരു വ്യത്യസ്തമായ ഒരു സാധനമാണ്. കണ്ടോ, പൂൾ ടേബിൾ കണ്ടോ. ഇത് നെറ്റ് പോലൊരു സംഭവമാണ്. ഇതാകുമ്പോഴത്തേക്കിനും വെള്ളം വന്ന് വീണാലും നമ്മൾ ജസ്റ്റ് ഊർന്ന് താഴേക്ക് ഇറക്കുന്ന രീതിയിൽ പോകുന്ന സാധനമാണ്. ഇതൊക്കെ ഫർണിച്ചർ മാർക്കറ്റിൽ വന്നു എന്നുള്ള ശരി, ഇതൊന്നും ഒരു ഹോൾസെയിൽ പ്രൈസ് അല്ല. നമ്മൾ എത്ര പീസ് എടുക്കുന്നുണ്ടോ ഇതിനനുസരിച്ച് ഓരോ കമ്പനികളിലായിട്ട് ഓരോ ഫാക്ടറി പോയി നമ്മൾ ഡീൽ ചെയ്യണം. ഇത് ഇവിടുത്തെ ഫർണിച്ചർ മാർക്കറ്റിൻ്റെ ഓരോ ഔട്ട്ലെറ്റിൽ വന്നിട്ട് നമ്മൾ കണ്ടുപോയ കുറേ കാര്യങ്ങളാണ്. അത് എനിക്കൊന്നാണ് സുജിത്തേട്ടൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഒരു ബിസിനസ്സുകാരൻ്റെ രൂപത്തിൽ ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഇതല്ല. നമ്മളെ വളരെ ആകാംക്ഷയോട് കൂടി വളരെ എന്താ പറയുക നല്ല രീതിയിൽ അവർ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നമുക്ക് ബാറിലൊക്കെ വേണേൽ കൊണ്ടുപോകാം. ഈ സാധനം കുപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ടൈപ്പ് ഒരു ട്രോളിയാണ് സംഭവങ്ങൾ. കണ്ടോ, ഇതൊക്കെ എന്താ അല്ലേ, എന്ത് ക്ലാസ് സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ്. അതൊക്കെ ഹൈ ഗോൾഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. എത്ര സിമ്പിൾ അല്ലേ. അതെ, കളർ തീം മാത്രമല്ല മാനുക, ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ് ഉണ്ടല്ലോ, അതും കൂടെ വലിയൊരു ഫാക്ടറാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ്, നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, നമുക്ക് കുറേ ഇന്റീരിയർ ഡിസൈനർമാർ ഇറങ്ങുന്നുണ്ട്. എല്ലാം ഒരേ മോഡലാണ് എല്ലാവരും ചെയ്യുന്നത്. ശരിക്കും ഇവരൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ യാത്രകളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ പല ഐറ്റംസുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായും നമ്മുടെ ഈ ഒരു ചൈന ട്രിപ്പ് വീഡിയോകൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർക്കിടയിലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എന്താ പറയുക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വലിയൊരു സഹായമാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശരിക്കും ഞാൻ നിങ്ങളോട് സൈനിക്ക് വന്നിരിക്കുന്നത്. നമുക്ക് പരമാവധി ആളുകളെ നമുക്ക് ഓരോ കോൺസെപ്റ്റ് വെറുതെ യാത്ര ചെയ്യാൻ പാടില്ല. ഓരോ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു കൂട്ടം ആളുകൾ. ഞാൻ ശരിക്കും യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണം കഴിക്കാനും കാഴ്ചകൾ കാണാനുമായിരുന്നു. ശരിക്കും അതിലുപരിയായിട്ട് ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ മാനിക്കാണ്. നമുക്കിനി മേളിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ആ ചേച്ചി വിടത്തില്ല. നമുക്ക് ചേച്ചി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ മേളിൽ എന്തോ സംഭവം ഉണ്ട്, അങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞായിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഇതെന്താണിത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളൊരു ഹോട്ടൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഇതുപോലൊരു ഡൈനിങ് ടേബിൾ ഇട്ടിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇത് ജസ്റ്റ് ഒരു പലക കഷ്ണം താഴെ ഒരു സാധനത്തിൻ്റെ മേളിൽ ഇട്ടിരിക്കുകയാണ്. ഒരു വലിയൊരു വുഡൻ പീസാണ് കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തോ ദൈവമേ, ഇത് ഒരു വുഡൻ പീസ്. ഇതൊക്കെ എന്തായാലും നല്ല കാശായിരിക്കും, അത് വേറെ കാര്യം. അവിടുത്തെ ഒരു മറ്റേ ചൈനീസ് എന്തോ അതിൻ്റെ പേര്, ഇവിടുത്തെ പണത്തിൻ്റെ പ്രതീകമാണ് തോന്നുന്നുണ്ട് ആ സാധനം ഇല്ലേ. ഇതെന്തായാലും ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് തടികൾ കൊണ്ടുള്ള പരിപാടികളാണ്. ഹായ് ഹലോ, ഫുള്ള് തടി പരിപാടികളാണ്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ ഭംഗിയാണ്. കണ്ട, ഇതെല്ലാം ഒരു സിംഗിൾ പീസ് ഓഫ് സിംഗിൾ പീസ് വുഡ്. സിംഗിൾ വുഡ്. ഹൗ മച്ച് ഫോർ ദിസ്? 49,000 yuan. 5 ലക്ഷം രൂപ. ഇതിൽ 75,000 എന്നാണ് ഇട്ടിരിക്കുന്നത്. 49,000 രൂപ. ഇതിനോ? ഇത് വൻ ലാഭമാണല്ലോ. നമുക്ക് എന്തുകൊണ്ട് ഒരു 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് നാട്ടിലുണ്ടാക്കി കൂടാ? അല്ല, അങ്ങനല്ല. എന്നാലും ഈ ഒരു സാധനം കിട്ടില്ലല്ലോ നാട്ടിലുണ്ടാക്കുമ്പോഴത്തേക്കും. നാട്ടിൽ തേക്കിന്റെ തടിയും വെച്ചോ ഈട്ടിയുടെ തടിയും വെച്ചോ ഇതുപോലൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ആശാരിയുടെ കൂലി തന്നെ 5 ലക്ഷം രൂപ കൊടുക്കുമോ? ആശാരിയുടെ കാശ് തന്നെ എത്രയാവും? ആശാരിമാരെ കിട്ടണ്ടേ? അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ശരിക്കും സ്കിൽഡ് ലേബേഴ്സിനെ നാട്ടിൽ കിട്ടാനില്ല. അതൊക്കെ കൊണ്ടാണ് ആളുകൾ ചൈനയ്ക്ക് വരുന്നത് മെയിനായിട്ട് സാധനം ഇറക്കാനായിട്ട്. ഈ സാധനം എന്തായാലും 5 ലക്ഷം രൂപയ്ക്ക് വേണ്ട ഈ സാധനം ലാഭമാണ് കിടക്കാൻ. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇഷ്ടംപോലെ വുഡൻ ഫർണിച്ചേഴ്സ് നമുക്കിവിടെ കാണാം. കിടുക്കി പറഞ്ഞാൽ കിടുക്കാച്ച സാധനങ്ങൾ. ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടില്ല. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ സാധനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്ക്. രാജാവിനെ പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഓരോ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കിനും കൊതിയാവുന്നു. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെ നമ്മുടെ മെഴുകു പ്രതിമകൾ പോലെ തോന്നിക്കുന്ന തരത്തിൽ, മാർബിൾ പ്രതിമകൾ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് മാർബിൾ അല്ല. നമ്മുടെ യേശു ക്രിസ്തുവും നമ്മുടെ ഗണപതിയും നമ്മുടെ ബുദ്ധ ഭഗവാനും എല്ലാവരും ഉണ്ട്. ഉണ്ടല്ലേ? ബുദ്ധനുണ്ട്, ഗണപതിയുണ്ട്. ഗണപതിയുടെ മേളിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ കണ്ടോ. ഇത് കണ്ടോ, ഇതൊരു സ്തൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഹായ്, മറിയമുണ്ട് കണ്ടോ. ഇപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു തീം പാർക്ക് പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് വരും. നേരെ മറിച്ച് ഇങ്ങനത്തെ ചെറുതൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ രസമാവുമല്ലോ. അതെ, ഇതെല്ലാം വില ഇട്ടിരിക്കുന്നത് 6,840 യുവാനാണ് ഈ സാധനത്തിന് വില ഇട്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കിനാണ് 68,000 രൂപയ്ക്ക് ഈ ഒരു സംഭവം കിട്ടും.
ഇത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം, സെറ്റ് ചെയ്യാം. നമ്മളിതൊക്കെ നാട്ടിൽ വന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു റേഞ്ച് എന്ത് വില വരും ഓരോ കാര്യങ്ങൾക്ക് അല്ലേ. സംഭവം അടിപൊളിയാണ്, എന്തായാലും കൊള്ളാം. ഇവിടെ നിറച്ച് വെള്ളം ഇതേപോലെയുള്ള ഫൗണ്ടൻ റിലേറ്റഡ് കാര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് സിംഹത്തിൻ്റെ രൂപത്തിലൊരു സംഭവം റെഡിയാക്കിയിരിക്കുന്നു, ബുദ്ധ പ്രതിമകൾ, ഓരോ കാര്യങ്ങൾ. ഈ സംഭവങ്ങളൊക്കെ ശരിക്കും നിങ്ങളുടെ ഒരു റിസോർട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുന്നിലോ നല്ല നല്ല വീടുകളുടെ മുമ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫീസിനുള്ളിലോ ഈ ഒരു കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും സാധനങ്ങൾ. യു നോട്ട് അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ്? മലയാളം ഇന്ത്യ. നമസ്തേ. പാവം പുള്ളിക്കാരി ഞാൻ എന്താ സംസാരിക്കുന്നത് വണ്ടടിച്ച് നിൽക്കുകയായിരുന്നു. ഈ സാധനങ്ങളൊക്കെ കണ്ടില്ലേ, എന്ത് കിടക്ക സാധനങ്ങളാണ് ഓരോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി സാധനങ്ങളാണ്. ഓരോരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. ഇതിന് 45,000 രൂപ വരും ഏകദേശം അപ്രോക്സിമേറ്റ്. ഇതൊക്കെ ഇവിടുത്തെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൈസ് ആട്ടോ. ഇതൊക്കെ ബൾക്കായിട്ട് എടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ ചോദിച്ച് ഡിസ്കൗണ്ട് ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റേറ്റൊക്കെ കിട്ടും. ഇത് കണ്ടോ, ഇതും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്തൂപം പോലുള്ള കാര്യമാണ്. കിടക്ക സ്ഥാനങ്ങൾ. ഇത് കണ്ടോ, കല്ലും വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ഒരു സാധനത്തിന് 32,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 32,000 റുപ്പീസ്, അതായത് 3,240. ഈ ഒരു സാധനം നമ്മുടെ നാട്ടിൽ ഒരു കല്ല് പണിക്കാരനെ കൊണ്ട് കൊത്തിയെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കോസ്റ്റ് വരും അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പൈസ ശരിക്കും ലാഭമല്ലേ. എന്ത് ഭംഗിയിലാണ് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്ക്. എനിക്കിത് ക്യാമറയിൽ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഓ ഇടുക്കി ഓരോ സംഭവങ്ങൾ വെച്ചിരിക്കുന്നത് കണ്ടാ, ഓരോരോ പ്രതിമകൾ വെച്ചിരിക്കുന്നത് കണ്ടാ, ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കണ്ടാ. ദേ സ്പൂൺ മഷ്റൂമിൻ്റെ സെറ്റപ്പ്. ഓ ഇടുക്കി. നമുക്കിനി 5th ഫ്ലോറിലേക്ക് പോവാം. ബാക്കിയുള്ള ഫ്ലോറുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും, കാരണം ഇതൊക്കെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ കണ്ട് തീരുമില്ല. ഞാൻ ഈ ചൈന ദിവസത്തിൽ 7 ദിവസം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. സലീഷ് ചേട്ടാ, വി ആർ മിസ്സിങ് യു. ഇനി നമുക്ക് സലീഷ് ചേട്ടാ നമുക്ക് പ്രത്യേകം ഒരു ദിവസം വരാം, നമുക്ക് എന്തായാലും അടിച്ചു വിളിക്കാം. അതൊക്കെ നല്ലതിനാണ് സലീഷ് ചേട്ടാ. സലീഷ് ചേട്ടന് വിസ കിട്ടിയില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ സലീഷ് ചേട്ടനും മോഹൻലാലിയും കൂടെ ഞങ്ങളോടൊപ്പം വരേണ്ടതായിരുന്നു. അവർക്ക് വിസ റിജക്ട് ആയത് കാരണമാണ് വരാൻ. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും വിസ മിസ്സായവർക്ക് എല്ലാവർക്കും ബോൺമോന്റെ കൂടെ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം. നമുക്ക് എന്തായാലും സുജിത്തായിട്ടിന്റെ കൂടെ പോകും തീർച്ചയായും. കണ്ടിട്ട് സഹിക്കണല്ലോ ദൈവമേ. ഓരോ നിലകളിലും ഓരോരോ സാധനങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള സാധനങ്ങൾ കാണാം. ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഫർണിച്ചറുകൾ മാറിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഹോം ഡെക്കറേറ്റീവായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വീട്, നമുക്ക് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ വസ്തുക്കൾ, വീടോ റിസോർട്ടോ ഹോട്ടലോ ഓഫീസോ എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ ഓരോരോ സംഭവങ്ങൾ കണ്ടോ, നോക്ക്. ഇത് കണ്ടില്ലേ, സംഭവം ശരിക്കും ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. ഇതിന് ഏകദേശം 3,500 യുവാനാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കിനും 30,000 രൂപ ആ റേഞ്ചിലൊക്കെയുള്ള പ്രോഡക്റ്റുകൾ, പല റേഞ്ചുകളിലുള്ള പ്രോഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എൻ്റെ പൊന്നെ, ശരിക്കും പറഞ്ഞാൽ ഇതിനോടൊക്കെ ക്രേസുള്ള ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വട്ടുപിടിക്കും കേട്ടോ. അതുപോലെ ഒന്നുമില്ല, ഇവിടെ വന്ന് വെറുതെ ഈ സാധനങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഓ ഇത് കണ്ട ഒരു സാധനം, പക്ഷെ എൻ്റെ ദൈവമേ എന്തൊക്കെയല്ലേ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. തീര കടലാണ് അല്ലേ ക്രിയേറ്റിവിറ്റി, രക്ഷയില്ല, തീര കടലാണ്. ഇത് കണ്ടോ, ഒരു പെണ്ണിൻ്റെ രൂപം ഒരു സാധനത്തിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ സാധനങ്ങൾ, ഇതെന്താണ് മെറ്റീരിയൽ, എന്ത് മെറ്റീരിയൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം മെയിനായിട്ട്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ചോദിക്കാൻ നമുക്ക് ശരിക്കും, പക്ഷെ നമ്മൾ അതിന് സമയം കിട്ടുന്നില്ലല്ലോ. അതാണ് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് രസം. ഇവിടെ ദേ ഒരു കടുവ, എൻ്റെ പൊന്നെ. അലുമിനിയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഇത് കണ്ടോ, അലുമിനിയം പ്രോഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കത്തില്ല, അത് ലൈഫ് ലോങ് അവിടെ ഇരുന്നോളും. സാധനമൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് കളർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഓരോ സംഭവങ്ങൾ. എനിക്ക് ഇവിടുത്തെ എന്തായാലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, ആൾക്കാരൊക്കെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവർ സഹകരിക്കുന്നുണ്ട്, സപ്പോർട്ടുണ്ട്, സഹകരിക്കുന്നുണ്ട്. വരൂ കാണൂ, ഷൂട്ട് ചെയ്യൂ, എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് എടുപ്പിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം കേട്ടോ. ഇത് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? എങ്ങോട്ടൊന്നും ഇല്ലാതൊരു യാത്രയാണ് ഇതിൻ്റെ മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ. കണ്ടോ, ഈ ഒരു കട കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്ക്. നമുക്ക് ഫർണിച്ചർ ഷോപ്പുകൾ, ശരിക്കും ആ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് മാറ്റി മറിക്കുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ചെറിയ രീതിയിലുള്ള റെസ്റ്റോറൻറ്റുകളിലും മറ്റൊക്കെ ഉപയോഗിക്കാവുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഒരു ചെറിയൊരു ബൊട്ടീക്ക് റിസോർട്ട് അല്ലെങ്കിൽ ഒരു ബൊട്ടീക്കൊക്കെ നടത്തുന്ന ആളുകൾക്കാണെങ്കിൽ ഇതേപോലെയുള്ള
ചെയേഴ്സും ടേബിൾസും ഒക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സെപ്പറേറ്റ് ചെയ്യാനുള്ള മറ പോലത്തെ സാധനങ്ങൾ, ഓരോ കാര്യങ്ങൾ, എന്ത് ഭംഗിയല്ലേ ഓരോ കാര്യങ്ങൾ കാണാനായിട്ട്. നിങ്ങൾ എന്തൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിലും, ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിലും, ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിലും, ഒരു റിസോർട്ട് തുടങ്ങുകയാണെങ്കിലും, ഒരു വീട് വെക്കുകയാണെങ്കിലും, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചൈനയ്ക്ക് വന്ന് കണ്ടിട്ട് വേണം സാധനങ്ങൾ വാങ്ങാനും ഡിസൈഡ് ചെയ്യാനും ഒക്കെ. കാരണം അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ളതും ഭംഗിയുള്ളതും വ്യത്യസ്തമായിട്ടുള്ളതുമായ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലും ഈ ഒരു മേഖലയിലും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസം. വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ, വളരെ മനോഹരമായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ, ഇന്നോവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഫർണിച്ചർ മാർട്ടിൽ മാത്രമാണ്, ഇതേപോലെ തന്നെ എല്ലാ മേഖലകളിലും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസം. ഇവിടെ കണ്ടില്ലേ, ഇത് FH ഹോം എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഇതെന്ത് സ്റ്റൈലാണ്? ഇതൊരു യൂറോപ്യൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റുമോ? ഒരു യൂറോപ്യൻ സ്റ്റൈല് എന്ന് പറയാവുന്ന തരത്തിലുള്ള കുറേ സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. യൂറോപ്യൻ സ്റ്റൈലാണെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഇഫ് ഐ ആം റോങ് പ്ലീസ് കറക്റ്റ് ഇറ്റ്. കണ്ടില്ലേ, ഇതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ കണ്ടോ? ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാലും നമുക്ക് വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കിടിക്ക് കേട്ടോ, എൻ്റെ പോലെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ഭംഗിയാണെന്ന് നോക്ക്, തകർത്ത്. ഇത് യൂറോപ്യൻ സ്റ്റൈലാണോ ജാപ്പനീസ് സ്റ്റൈലാണോ? എനിക്കിത് ജാപ്പനീസ് സ്റ്റൈലല്ലേ? സൗദി രാജകുടുംബത്തിന്റെ ഒക്കെ ലുക്ക് ഉണ്ടോ ഈ ഫർണിച്ചറൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ചില ഭാഗം കാണുമ്പോൾ ജാപ്പനീസ് സ്റ്റൈലാണോ തോന്നിപ്പോകും. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ വീഡിയോ കാണുന്ന ജാപ്പനീസ് ആണ്. സോറി കേട്ടോ, ജാപ്പനീസ് തീമാണ് കേട്ടോ. സോറി, ദിസ് ഈസ് ജാപ്പനീസ് സ്റ്റൈൽ റൈറ്റ്? ജാപ്പനീസ് തീം? ഫ്രഞ്ച് ആൻഡ് ഫ്രഞ്ച് ചൈനീസ് ആണ്. അത് അവിടെ നിന്നും പോയി കേട്ടോ. ദൈവമേ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല കേട്ടോ. സോറി കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണുന്നത് പോലെ തോന്നുന്നത് ഞങ്ങൾ പറയുകയാണ്. നമുക്കിതൊക്കെ കണ്ട് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ട് വണ്ടറടിച്ചിരിക്കുകയാണ് ഞാൻ. ആക്ച്വലി ദയവായി ഒന്നും പറയരുത്. എന്ത് ഭംഗിയാണെന്ന് നമുക്ക് ഓരോ സംഭവം. ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, എന്താണിത്? ഈ ഒരു ഫർണിച്ചർ കണ്ടോ, എന്ത് റോയൽ ലുക്കാണെന്ന് നോക്കി ഈ സാധനത്തിന്. അതിൻ്റെ ഫ്രണ്ടിൽ ശിവാശ്രീകൾ വെച്ചേക്കുന്നു. ശിവാശ്രീകൾ അതൊക്കെ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ചേരൂല. ശിവാശ്രീകൾ മാത്രമേ ഇവിടെ ചേരുള്ളൂ. ഇത്രയും വലിയൊരു ടി വിയും ആ ടി വി വെച്ചിരിക്കുന്ന സ്റ്റാൻഡും പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലൈറ്റ്, ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഓരോ എലമെൻസിനും എന്ത് ഭംഗിയാണെന്ന് നോക്ക്. ഇതിൽ വെച്ചിരിക്കുന്ന ഈ പില്ലോസ്, പിന്നെ അതേപോലെ തന്നെ സൈഡ് സാധനങ്ങൾ, അതിൻ്റെ ബാക്കിലിരിക്കുന്ന ആ ഒരു അലമാര, ഈ ഒരു ടീപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ. എന്ത് ഭംഗിയാണ് കാര്യങ്ങൾ അല്ലേ? എനിക്ക് ഭംഗി എന്നുള്ള വാക്ക് പറഞ്ഞ് മടുത്തിന്, ഞാൻ പറയൂല. ഇത് വേറൊരു സ്റ്റൈല് സാധനമാണ്. ഇത് വളരെ സ്മോൾ ആൻഡ് യുണീക്ക് ആൻഡ് കോമ്പാക്റ്റ് എന്നൊക്കെ പറയാം. ഇതൊരു ചെറിയൊരു ഡൈനിങ് ടേബിൾ കൺസെപ്റ്റാണ്. ഗ്ലാസ് ടേബിളാണ്. ഗ്ലാസ് ടേബിളിനുള്ളിൽ നമുക്ക് ഡിസൈൻ ഉണ്ട്, ഓരോ രീതിയിൽ പെയിൻ്റൊക്കെ വരച്ച് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ടിഷ്യൂ ബോക്സ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ടിഷ്യൂ ബോക്സ്, പിന്നെ ചെയർ. ഇതൊക്കെ വുഡൻ ചെയറാണ്. വുഡൻ ചെയറിൽ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. പെയിൻറ്റിങ് ചെയ്ത് എംബോസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ തോന്നുന്നു ഓരോ കാര്യങ്ങൾ. നല്ല ഭംഗിയാണ്. ഇതൊരു ഡ്രസ്സിങ് ടേബിളാണ്. ഡ്രസ്സിങ് ടേബിളിലെ ലൈറ്റൊക്കെ നോക്ക്. പിന്നെ അതിന് ഫ്രണ്ടിൽ ഓരോ ശില്പങ്ങളും ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇതും ഈ പറഞ്ഞ രീതിയിൽ വുഡനിൽ എംബോസ് ചെയ്തിരിക്കുന്നു, ഓരോ കാര്യങ്ങൾ എംബോസ് ചെയ്തിരിക്കുന്നു. പിന്നെ അത് പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഡ്രോയറാണ്. അടിപൊളി കേട്ടോ. ഇവിടെ ഒക്കെ അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങളാണ്. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി യുണീക്ക് പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. ഹലോ, ഇവിടെ നിന്ന് പോകണമെന്നാണ് മാനിക്ക പറയുന്നത്. താഴത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? എന്നാൽ പോയേക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. എനിക്ക് വീഡിയോ എടുത്ത് മതിയായില്ല. ഇല്ല, അപ്പൊ നമ്മൾ ഇനി ഒരു ദിവസം ഇതിനായിട്ട് ഇങ്ങോട്ട് വരാം. നമ്മൾ എല്ലാരും കൂടി എന്നാണല്ലോ. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം. ശരിക്കും മാനിക്ക, ചൈനയിലേക്ക് 7 ദിവസം ആയിരുന്നില്ല വരേണ്ടത്. ഇതിനപ്പുറമായിരിക്കും അപ്പൊ കാൻഡൻ ഫെയറിൽ പോകുമ്പോ അല്ലേ? അതെ, ഇതിന്റെ അപ്പുറം. അടുത്ത ദിവസം നമ്മൾ കാൻഡൻ ഫെയറിലേക്കാണ് പോകുന്നത്. അത് ഇതിനപ്പുറത്തെ ലെവലായിരിക്കും എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ റോഡിലൂടെ വരുന്ന വഴിക്ക് നമ്മളിപ്പോൾ കയറിയ ബിൽഡിങ്ങിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് കിലോമീറ്ററുകൾ കണക്കിന് ഇതേപോലെയുള്ള വലിയ ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം ഫർണിച്ചർ മോളുകളാണ്. ഇത്തരത്തിലുള്ള പല റേഞ്ചിലുള്ള ഫർണിച്ചർ മോളുകൾ നമുക്കിവിടെ ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ ലുലു മാളില്ലേ,
അതേപോലെ തന്നെ 500-ലധികം ലുലു മോൾ പോലെയുള്ള ഫർണിച്ചർ മോളുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ട് തീരും എന്നുള്ള വിചാരമില്ല. ഏകദേശം ഒരു ബേസിക് ഐഡിയ ഇതുപോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ. മുഴുവൻ കാഴ്ചകളും കണ്ടു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ധാരണയൊന്നുമില്ല, കാണിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരിക, എക്സ്പ്ലോർ ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഓരോ സ്ഥലങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഈ കടയിലെ സംഭവങ്ങളൊക്കെ വേണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി മുളയാണോ? ഇത് മുളയാണ്. ഇത് ബാമ്പു ആണ്, കണ്ടോ? ബാമ്പു വെച്ചുണ്ടാക്കിയ ഇത് കണ്ടോ? നമുക്ക് ബാമ്പു വെച്ച് ഇതുപോലെ എന്തുകൊണ്ട് നമുക്കൊരു ചെയർ ഉണ്ടാക്കിക്കൂടാ? ഇത്തരത്തിലുള്ള ചെയറുകൾ ബാമ്പു വെച്ചുണ്ടാക്കിയിട്ട് നമുക്ക് ഹായ് ഇത്തരത്തിലുള്ള ചെയർ നമുക്ക് ബാമ്പു വെച്ചുണ്ടാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തുകൂടാ? എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ. ഒരു ലൈറ്റ് ചെയ്തിരിക്കുന്നു, വളച്ച് വെച്ചിരിക്കുന്നു ബാമ്പു, എന്നിട്ട് ആ ഒരു ലൈറ്റ് അവിടെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ശരിക്കും ഭയങ്കര കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ടേബിളാണ് ഈ കാണുന്നത്. ആ ടേബിൾ ഓൾമോസ്റ്റ് സെയിം എന്ന് തന്നെ പറയാം. ആ ടേബിളും അതേപോലെ തന്നെ 4 ചെയർ ഇട്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മേളിലൊരു സാധനം കണ്ട, വാവ്, എന്ത് ഭംഗിയുള്ള ഡിസൈനാണെന്ന് നോക്ക്. പൂവാണത്, പൂവ് കണ്ട, പ്ലാസ്റ്റിക് പൂവാണ്, പക്ഷെ അതിൽ ലൈറ്റ് ഉണ്ട്, കണ്ടോ? അതിൽ ലൈറ്റ് ഉണ്ട്. ഇതെന്തായാലും കണ്ടാ തീരാത്ത കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഉള്ള ഷോപ്പിംഗ് മോളിലെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചകൾ കണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വാവ്, ഇത് കംപ്ലീറ്റ് ഫർണിച്ചറുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കണ്ടോ? ആ കടയിലിരിക്കുന്ന താഴത്തെ ആ ഒരു കടയിലിരിക്കുന്ന ഫർണിച്ചറുകൾ നമുക്കിവിടെ കാണാം. ഓരോ കടകളിലും ഫർണിച്ചേഴ്സാണ് വെച്ചിരിക്കുന്നത്, നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ? ഇതെന്താ ഇത്? എൻ്റെ ദൈവമേ, റോയൽ ലുക്കാണ് കേട്ടോ സാധനങ്ങൾക്കൊക്കെ. എനിക്ക് പ്രാന്താവുന്നു ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട്. രക്ഷയില്ല കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ദുബായിലെ കൊട്ടാരത്തിൽ പോയ ഓർമ്മ വരുന്നത് എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കിന്. ദുബായിലെ കൊട്ടാരത്തെക്കാട്ടി ഭംഗിയുള്ള കാഴ്ചകളാണെന്ന് നമുക്ക് വേണം പറയാം. അതിൻ്റെ മേളിൽ കണ്ടോ, അവിടെ ഒരു ചുമർ ചിത്രങ്ങൾ പോലെ ഒരു പെയിൻറ്റിങ്സ് വരെ അതിൻ്റെ മേളിലുണ്ട്. പൈസ എന്തോരം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നറിയാം ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ ഷോപ്പാണ്. ഈ ഷോപ്പുകൾക്ക് വേണ്ടിയും ഇതേപോലെ ഇവർ ഇത്രയധികം ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ആ ഒരു ഇത് മനസ്സിലാക്കണേ. ഒരു ക്രൂയിസ് ഷിപ്പിൽ വന്നിരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത്. ലോറെ യുരാമേരിക്കൻ ഫർണിച്ചർ ആൻഡ് ഡെക്കറേഷൻ പ്ലാസ എന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു മെയിൻ ഹാളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പിയാനോ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടല്ലേ. പിയാനോ വരെ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ ആ സാധനം. പിന്നെ ഇവിടെ മേളിൽ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കണ്ടല്ലേ. ഓരോ തീമിൽ ഓരോ സംഭവങ്ങൾ, ഓരോ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്ന പോലെ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പുറത്തേക്ക് വരുമ്പോഴും നമുക്ക് അവിടെ ഇവിടെ എല്ലാം നമുക്ക് കുറേ ചിത്രങ്ങളാണ് നമുക്ക് വരച്ച് വെച്ചിരിക്കുന്നത്. കുറേ ചിത്രപ്പണികളാണ് മൊത്തം. സംഭവം അടിപൊളിയാണ്. ഇത് ആ ലൈറ്റൊക്കെ കണ്ടോ? ഈ പടികളൊക്കെ ആണെങ്കിലും ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ എലമെൻറ്റ്സും, ഈവൻ താഴത്തെ ഡിസൈൻ പോലും, മാർബിളുകൾ ഡിസൈനിൽ ചെയ്തിരിച്ചിരിക്കുന്നത് പോലും ഭയങ്കര സംഭവമാണ്. 6 കോടി രൂപയാണ് ഈ ഒരു പിയാനോയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റീക് പീസാണ്. വി ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് ദ സ്റ്റീൻവേ ആൻഡ് സൺസ് ഗ്രാൻഡ് പിയാനോ വിത്ത് സീരിയൽ നമ്പർ ഈസ് ആൻ ആൻറ്റീക് പിയാനോ മെയ്ഡ് ബൈ സ്റ്റീൻവേ ആൻഡ് സൺസ് ഇൻ 1901. 1901 മെയ്ഡ് ഉണ്ടാക്കിയ പിയാനോ ആണ്. മേളിലെ ലൈറ്റൊക്കെ കണ്ടാ എന്തല്ലേ. ഇത് കംപ്ലീറ്റ് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഫർണിച്ചേഴ്സാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ സോഫ സെറ്റുകളും അതേപോലെ തന്നെ ഈ ഒരു മേശയും, അതിന് മേളിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ വേസ്, അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ഹെനസിയുടെ VSOP, ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന സാധനങ്ങൾ. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് മാനിക്ക ഇത്? ഇവിടുത്തെ ലൈറ്റിങ്ങും കൂടെ നമ്മൾ ശ്രദ്ധിക്കണേ. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇവിടുത്തെ ലൈറ്റിങ്, യൂസ് ചെയ്തിരിക്കുന്ന കളർ ഷെയ്ഡ്സ്, താഴെ യൂസ് ചെയ്തിരിക്കുന്ന കാർപ്പറ്റുകൾ, ഓരോ കാര്യങ്ങൾ രക്ഷയില്ല കേട്ടോ. ബെഡ്റൂമിൽ പോകല്ല. ഇത് കബോർഡ് കണ്ട, കബോർഡ്, ബെഡ് കണ്ട. ബെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണം ബെഡൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അടിപൊളി. അതിൻ്റെ ബാക്കിലെ കർട്ടൻസ്. രാജകൊട്ടാരത്തിൽ വല്ലതും നമ്മൾ നിൽക്കുന്നത്. ഏതാണ്ട് അതേപോലെയൊക്കെ ഫീൽ ചെയ്യും. രാജകൊട്ടാരത്തിൽ വന്ന് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്കിനും. തകർത്ത്. അതെ, ഇത് വേറൊരു ബെഡ്റൂം. ഇതെന്താ സംഭവം? ആ കട്ടിൽ കണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. മിറർ കണ്ടോ?
നമ്മളെ തന്നെ കാണുമ്പോൾ ഒന്ന് ഭംഗി കൂടിയ പോലെ അല്ലേ? പിന്നില്ലാതെ. അല്ല കേട്ടോ, എനിക്ക് ഷർട്ട് ഇട്ടപ്പോൾ കുറച്ച് ഗ്ലാമർ കൂടിയെന്നൊരു സംശയമുണ്ട്. ഇവിടെ ഒരു ഓഫീസ് സെറ്റപ്പാണ്. ഇത് ശരിക്കും തനി യൂറോപ്യൻ സ്റ്റൈലാണ് കേട്ടോ, അല്ലേ? ഇത് ഒരു തനി യൂറോപ്യൻ സ്റ്റൈലാണ്. ഒരു കാര്യങ്ങളും സംഭവങ്ങളും യൂറോപ്യൻ വനിതകളുടെയും പുരുഷന്മാരുടെയൊക്കെ ഫോട്ടോസും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര റിച്ചാണ്, ഭയങ്കര റിച്ച് ഫീലിംഗ് കിട്ടുന്ന സാധനങ്ങളാണ്. ഈ ഒരു ഡൈനിങ് ടേബിളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഭയങ്കര റിച്ച് ഫീൽ കിട്ടുന്ന സാധനങ്ങളാണ് കാര്യങ്ങളൊക്കെ. ഡൈനിങ് ടേബിൾ, ആ ചെയേഴ്സൊക്കെ നോക്ക്, തകർത്ത്. ഇത് കൊള്ളാം, ഇത് നമ്മുടെ കൊട്ടാരത്തിൽ വാങ്ങിച്ചിടാം. എൻ്റെ പൊന്നെ, എനിക്കിതൊക്കെ കണ്ടിട്ട് ബോധം കിട്ടുന്നു. അതുപോലെ ഭംഗിയാണ്. നമുക്ക് ഈ ചെയേഴ്സും ടേബിളൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റീവ് ആണ്. റൊട്ടേറ്റ് ചെയ്യാം, ഭക്ഷണമൊക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വാങ്ങിയെടുത്ത് കഴിക്കാം. നല്ല സാധനമാണ് കേട്ടോ. നല്ല കൊത്തു പണികൾ ഉണ്ടോ ഇതിൻ്റെയൊക്കെ. ഒരു വർക്ക് നോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ ഇതിൻ്റെ ചെയർ ആണെങ്കിൽ പോലും ഇവൻ്റെ ചെയറിൻ്റെ ഭംഗി നോക്ക്, അപ്പോൾസ്ട്രിയിലുള്ള ഭംഗിയും അതേപോലെ തന്നെ ഈ വർക്കിലുള്ള ഫിനിഷിങ് അടിപൊളി. അതിന് മാച്ചിങ് ആയിട്ടുള്ള തരത്തിലുള്ള സോഫ സെറ്റുകൾ, അതിലൊക്കെ പോയി ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇത് ശരിക്കും ഫോട്ടോഷൂട്ട് പോലെയുള്ള പരിപാടികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ നമുക്കിവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റത്തില്ലല്ലോ, കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. ഇത് അതേ തീമിലുള്ള ഒരു ഡൈനിങ് ഏരിയയിൽ, അല്ല ഇതോ ഡൈനിങ് ഏരിയ ആണോ ഇതും ഡൈനിങ് ടേബിൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഡൈനിങ് ടേബിളാണ്. ഇത് ഭയങ്കര റോയലാണ് കേട്ടോ. കിടുക്കൻ ലൈറ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല, ഇവിടുത്തെ ലൈറ്റിങ്. ഈ ലൈറ്റിങ്ങിലും ഈ ഒരു ഭംഗിക്ക് ഏറ്റവും ഭയങ്കര ഒരു ഫാക്ടർ ഉണ്ട്. ഇത്രയും ഭംഗി നമുക്ക് ഇവിടെ കിട്ടാനായിട്ട് ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് ഏറ്റവും ഭയങ്കര ഒരു റോള് തരുന്നത്. ഇതെല്ലാം നമ്മളിപ്പോ ഇവിടുന്ന് വാങ്ങിപ്പോണം നിർബന്ധമല്ല. ഇത് ചിലപ്പോ ഇന്തോനേഷ്യ ആവും, ചിലപ്പോ ഇതിലാണ് നല്ലത്. പക്ഷെ നമ്മളെ മൈൻഡിനെ വലുതാക്കുക എന്നുള്ളതാണ് നമ്മളെ യാത്രകളുടെ ഒരു സാധ്യതകൾ. മൈൻഡിനെ വലിച്ചു നീട്ടാൻ പറ്റും, പിന്നെ അത് മൈൻഡ് ചുരുങ്ങി പോകില്ല. അത് ശരിയാ അല്ലേ? അത് ശരിയാ. ഇവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ മാനിക്ക? ഇനി പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും, ഉള്ളിലേട്ട്. ആണോ? നമ്മളെ ഈ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന പോലെയാണ്. ആണല്ലേ? അങ്ങനെ പോയിക്കൊണ്ട് എനിക്ക് വയ്യ ഇതൊക്കെ കണ്ടിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതൊക്കെ വാങ്ങിച്ചോണ്ട് പോയാലും ഇടാൻ വീടില്ല. ഇതൊക്കെ ഇടാൻ പറ്റിയ വീട് വേണ്ടേ? അല്ല, നമുക്ക് വീട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും സെറ്റ് ചെയ്യൂലല്ലോ. വീട് വെക്കാൻ പോണോണ്ട് നമുക്ക് ഇതൊക്കെ മനക്കോട്ട വെക്കാലോ. അതെ, അതൊക്കെ ശരിയാണ്. ഞാൻ എന്തായാലും അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ എറണാകുളത്തേക്കൊന്ന് മാറി സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി എറണാകുളത്ത് ഒരു കുറച്ച് സ്ഥലമൊക്കെ നോക്കുന്നുണ്ട് വീട് വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരു വില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നോക്കട്ടെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം സഹായിച്ചാൽ ഇത്രയൊന്നും വാങ്ങാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ നമുക്ക് നാട്ടിൽ ഉണ്ടാക്കിക്കാമല്ലോ. ഐഡിയ കണ്ടിട്ടേ. നമ്മളെ ഈ ഷോപ്പുകളിന് മുന്നിലൊക്കെ ഉണ്ട് വെറുതെ നമ്മൾ ദാർപ്പായി വലിച്ചു കിട്ടും. അതിന്റെ പകരം ഒരു വൈറ്റ് ഷീറ്റോ അല്ലെങ്കിൽ കളർ ഷീറ്റോ ആക്കുക. ഒരു സിമ്പിൾ ആയിട്ട് ഒരു പേരൊക്കെ കൊടുക്കും ഇതേപോലെ തന്നെ. അപ്പൊ അതിന് എന്തുമാത്രം ലുക്ക് കിട്ടും. ഇങ്ങനെ ഓരോ ജസ്റ്റ് ഈ ഭിത്തിയിൽ ഒരു കമ്പി ഇങ്ങോട്ട് ഞാത്തിയിട്ട് മറ്റേ ഒരു ഇതിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വലിച്ച് അകത്തോട്ട് വെക്കുകയും ചെയ്യാൻ തോന്നി സംഭവം. ആവശ്യമില്ലാത്ത കളറുകൾ ഉണ്ടാവാൻ പാടില്ല. സിമ്പിൾ കളർ, സിമ്പിൾ എഴുത്തും. അതെ, നല്ല ഭംഗിയുണ്ട്. മാനിക്കാടെ ഫോട്ടോ എടുക്കുന്നു. തകർത്തു. ഹലോ, ഹായ്. ഇന്ത്യൻ ബ്ലോഗർ. ഇതെന്താ സംഭവം അറിയാമോ? ഹാരിസക്കാരോട് സ്ഥിരം മലേഷ്യ പോകുമ്പോൾ കാണുന്ന ഈ ചൈനക്കാർക്ക് നമ്മൾ ഈ അത്യാവശ്യം കറുത്തിട്ട് തടിയുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം വെളുത്തിട്ട് ഈ ചെറിയ ആൾക്കാരാണല്ലോ, നല്ല സൈസുള്ള ആൾക്കാർ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഹാരിസക്ക കാണുമ്പോഴത്തേക്കിനും ഹാരിസക്കായിട്ട് പോകുമ്പോഴത്തേക്കിനും എവിടെ പോയാലും ഹാരിസക്കൻ്റെ ഒപ്പം സെൽഫി എടുക്കുന്നത്, ഇവർ സെൽഫി എടുക്കുന്നത്, ഹാരിസക്കൻ്റെ ഒപ്പം സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഹാരിസക്കയുടെ ഭാര്യയ്ക്ക് അതുകൊണ്ട് തീരെ ഇഷ്ടമല്ല വിടാനായിട്ട്. ഇതൊരു 1.5 ഡിസൈൻ കേട്ടോ സംഭവത്തെ. തകർത്ത്. ഇതെന്താണിത്? കൊട്ടാരോ? ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട്. അത്രയും സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഇവരൊരു ഡിസൈൻ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ. മേളിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നോക്ക്,
കളറും അതിനനുസരിച്ചുള്ള കളറും ലൈറ്റിങ്ങും അതൊക്കെ ശരിക്കും ലൈറ്റിങ്ങാണ്. ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന കാഴ്ചകൾ. കണ്ടോ, ഇവിടെ ഉണ്ട് ഒരു പിയാനോ, ഇവിടെയും വെച്ചിട്ടുണ്ട് ഒരു പിയാനോ. ഇതും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പിയാനോ ആയിരിക്കും മിക്കവാറും. കഴിഞ്ഞ ദിവസം നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ആയിരിക്കും. അങ്ങനെ ഫർണിച്ചർ മോളിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടുത്തെ ഈ ഫർണിച്ചർ മോളിൻ്റെ ഒരു 90% ഭാഗം പോലും എനിക്ക് 90% അല്ല, ഒരു 10% ഭാഗം പോലും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം ഞാൻ ബോൺവയെ വളരെ ഖേദത്തോടെ അറിയിച്ചു കൊള്ളുന്നു. ഇല്ല, ഇതിന് നമ്മളെന്താ അറിയോ, നമ്മൾ ക്യാൻഡൻ ഫെയർ സെറ്റ് ആക്കിയിട്ട് വന്നാണല്ലോ. പക്ഷെ നമ്മൾ ഒരു 2 ദിവസം നേരത്തെ വന്നുകൊണ്ട് ചൈനയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നത്. നമ്മൾ ഇതിനായിട്ട് ഇനി വേറെ വരും. നമ്മൾ ഇന്ത്യക്കാരെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരെ വളരെ കൗതുകത്തോടെ ഇവർ നോക്കി കാണുന്നു. പല സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കിനും പല ആൾക്കാരും വന്ന് സെൽഫി എടുക്കുന്നു. ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ അല്ല, വീഡിയോ കാണുന്നവരല്ല, നമ്മളെ കണ്ടിട്ട് ഏതോ അപൂർവ ജീവികളെ പോലെ തോന്നുന്നുണ്ടാവും അവർക്ക്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇവിടുത്തെ ഏതോ ഒരു അപൂർവ ജീവികളല്ല, വീട്ടി കളർ നല്ല ഇഷ്ടമാണല്ലോ ശരിക്കും നമുക്കൊക്കെ. നമ്മളൊരു വീട്ടിലാണ് ലോകത്തിന്റെ ഇന്ത്യക്കാർ. അതാണ് പിന്നല്ല. ഹായ്, 2 ആൾക്കാരൊക്കെ ഹായ് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ചൈന അടിപൊളി, കൊള്ളാം. നമുക്കിനി ചൈനയിലേക്ക് ഒരു റോഡ് ട്രിപ്പ് വരണം. അതാണ് നമ്മുടെ അടുത്ത ഡ്രീം. തിരിച്ചു പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഭാഗ്യം ഇവിടെ മലയാളികൾക്ക് ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഉണ്ടല്ലേ, മലയാളികൾക്ക് വരെ ചൈനയിൽ ഇവിടെ ഹോട്ടലുണ്ട്. ഇതൊരു ചൈനയുടെ ഒരു ഭാഗം മാത്രമാണ്. ദോങ്ഷോ എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ചൈന എന്ന് പറയുന്ന ഇത്രയും വലിയ രാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ. ആ കാണുന്നതൊക്കെ ഫർണിച്ചർ മോളുകളാണ്. നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെയുള്ള തരത്തിലുള്ള വ്യത്യസ്തമായ ഫർണിച്ചർ മോളുകളാണ് അവിടെ കാണുന്നത്. നമ്മളിപ്പോൾ കയറിയത് ലോവറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ പലതരത്തിലുള്ള ബ്രാൻഡുകൾ, അതായത് പല റേഞ്ചിലുള്ള സാധനങ്ങൾ. ആദ്യം മാനുക പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഷോപ്പിംഗ് മോളിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ഉയർന്ന ബ്രാൻഡുകളും കുറഞ്ഞ ബ്രാൻഡുകളും എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ പലതരത്തിലുള്ള മോളുകളുണ്ട്. നമ്മളിപ്പോൾ കയറിയത് അത്യാവശ്യം പ്രീമിയം ലക്ഷറി ബ്രാൻഡുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇത്തരത്തിൽ പല ബ്രാൻഡുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണേൽ നോക്കി കാണാം. നമ്മളിതൊക്കെ ഒരു ഐഡിയാസ് ആണ് കേട്ടോ, ഓരോ ഐഡിയാസ്. ഈ കാണുന്ന വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ലോട്ടസ് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ്. ഇത് ചോറ് കഴിക്കാനല്ലേ നമ്മൾ വന്നത്? ചോറ് എല്ലാ ഹോട്ടലിലും ഉണ്ടാവും ഇവിടെ അങ്ങനെയാണോ? അത് ശരി, അടിപൊളി. നമ്മൾ ചൈനയിൽ വന്നു കഴിഞ്ഞാൽ ചൈനീസ് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ചൈനീസ് ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചൈനീസ് ഭക്ഷണമായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഇന്ത്യൻ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഇത് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടില്ല, എന്തൊക്കെയോ കറികൾ. ഇത് എന്തൊക്കെയായിരിക്കും? രസമുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഇത് ചിക്കൻ കറി ആയിരിക്കും, ഫിഷ് കറി ഒക്കെ ആയിരിക്കും, എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ ചോറുണ്ട്, നമ്മുടെ വെള്ളച്ചോറുണ്ട്, പിന്നെ ചപ്പാത്തിയുണ്ട്, വെജിറ്റബിൾ സലാഡും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ചൈനയിൽ വന്നിട്ട് നല്ല അടിപൊളി ചോറ് കഴിക്കുന്ന ഞങ്ങളെ കണ്ടാ. ഇത് എന്ത് ഫിഷാ മനക്കത്? ഐക്കോറന്ന് പറയാൻ പറ്റൂല, ഇവിടുത്തെ ഐക്കോറയാണ്. അത് ശരി. നല്ല മീൻ കറി, കുറച്ച് സാമ്പാർ, അച്ചാറ്, ചിക്കൻ കറി, വെജിറ്റബിൾ സബ്ജി, പപ്പടം, ചിക്കൻ ഫ്രൈ, ഒരു ഗ്ലാസ് മോര്, രസം. ഉഷാറായിട്ടുണ്ട്. ഓ, നല്ല സ്പൈസി ആട്ടോ, നല്ല എരിയും നല്ല പുളിയുണ്ട്. നമ്മുടെ സുയിം ദേ. ഹൗ ഇസ് ഇന്ത്യൻ ഫുഡ്? യു ലൈക്ക് ഇറ്റ്? സുയിതേ കറിയും ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഭക്ഷണം? ഉഷാറായിരുന്നാ? ഇത് നമ്മൾ ഇന്ത്യക്കാരെ ആകർഷിക്കാനായിട്ട് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. ഇത് ശരിക്കും നടത്തുന്ന ഏതൊരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. ഹിന്ദിക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഫുഡ് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് ഒരു മാട്രസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതോ ഒരു വലിയൊരു കമ്പനിയാണ്. കമ്പനി പോയിട്ട് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അതായിരിക്കും നല്ലത്. ഒരു മാട്രസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ കാഴ്ചകളായിരിക്കും നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത്. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ചൈന വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ചൈന അല്ലെങ്കിൽ ഇതേപോലെ ഒരു കൺസെപ്റ്റ് ട്രിപ്പ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ബിസിനസ്സുകാരോടൊപ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകാരോടൊപ്പം ഒക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനുക്കനെ വിളിക്കാം, ബോൺവനെ കോൺടാക്ട് ചെയ്യാം. ചൈനയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഡീലുകളോ ബിസിനസ് ഹെൽപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുക്കനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കിടക്കാൻ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതിലേക്കും